പത്തരമാറ്റ് സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. പോലീസ് സ്റ്റേഷനിലെ ആ മുറിയിൽ അബി കസേരയിൽ ഇരിക്കുമ്പോൾ അവന്റെ മുഖത്ത് ഭയത്തേക്കാൾ കൂടുതൽ പിടിച്ചു നിൽക്കാനുള്ള വെപ്രാളമായിരുന്നു നിഴലിച്ചത്. എതിർവശത്ത് നന്ദു ഇരിക്കുന്നു. നന്ദുവിന്റെ കണ്ണുകളിൽ ദേഷ്യം ജ്വലിക്കുന്നുണ്ട്. കേവലം ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്നതിലുപരി സ്വന്തം കുടുംബത്തെ വഞ്ചിച്ചവനോടുള്ള പക അവന്റെ ഓരോ നോട്ടത്തിലും പ്രകടമാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാറേ, അബി വീണ്ടും ആവർത്തിച്ചു. ഞാൻ മൂർത്തി ജ്വല്ലറിയിലേക്ക് വിളിച്ചത് ബിസിനസ് ആവശ്യങ്ങൾക്കാണ്, അല്ലാതെ കള്ളക്കടത്ത് സ്വർണം വാങ്ങാനൊന്നുമല്ല. അബിയുടെ ഈ കള്ളം കേട്ടതോട് കൂടെ തന്നെ നന്ദുവിന് ദേഷ്യമടക്കാനായില്ല. അവൻ മുന്നിലുള്ള ഫയലിൽ നിന്നും കോൾ ലിസ്റ്റ് എടുത്ത് അബിയുടെ മുന്നിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്തു. ഇതൊന്ന് നോക്കബി, നീ എത്ര തവണയാണ് അവരെ വിളിച്ചിരിക്കുന്നതെന്ന്. വെറും ബിസിനസ് ആവശ്യത്തിനാണോ ഇത്രയും തവണ വിളിക്കുന്നത്? നിനക്ക് വേറെ വല്ല നിവൃത്തിയും പറയാനുണ്ടോ? തെളിവുകളെല്ലാം തന്നെ നിരത്തി വെച്ചിട്ടും അബി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അത് പിന്നെ സ്വർണം കൊണ്ട് തരാനുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനാണ്, അല്ലാതെ കള്ളക്കടത്ത് സ്വർണം ഞാൻ വാങ്ങിയിട്ടില്ല. അബി തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ എന്ന വ്യാജേന ഓരോ ന്യായങ്ങൾ നിരത്തിക്കൊണ്ടിരുന്നു. അതേസമയം അനന്തപുരി തറവാട്ടിൽ ദേവയാനി ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. തറവാടിൻ്റെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന രീതിയിലുള്ള അബിയുടെ പ്രവൃത്തികൾ അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ജാനകിയോട് അവർ തൻ്റെ ഉള്ളിലെ അമർഷം പങ്കുവച്ചു. ആ ഒരൊറ്റ ഒരുത്തം കാരണം ഈ കുടുംബം എത്രമാത്രം നാണം കിട്ടുമെന്ന് ആലോചിച്ചു നോക്കിയ ജാനകി. ഇപ്പൊ തന്നെ എത്രയോ സംഭവങ്ങളായി. അവൻ തെറ്റ് ചെയ്തു എന്ന് നമുക്കറിയാം, പക്ഷേ പുറത്തുള്ളവർ ഇതൊന്നും അറിയില്ലല്ലോ. അനന്തപുരിയിലെ മരുമകൻ വീണ്ടും അറസ്റ്റിലായി എന്നല്ലേ നാട്ടുകാരെ പറയൂ? അത് ഈ തറവാടിന് തന്നെ അപമാനമല്ലേ? ദേവേന്റെ വാക്കുകളിൽ നിസ്സഹായതയും കോപവും നിറഞ്ഞിരുന്നു. അനാമിക പോയതോടെ ജാനകിക്ക് പഴയതുപോലെ ശബ്ദമില്ല. കുശുമ്പ് പറയുന്ന സ്വഭാവത്തിന് അല്പം കുറവുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ കേട്ടു നിൽക്കാനേ ജാനകിക്ക് കഴിഞ്ഞുള്ളൂ. ഇതിനിടയിലേക്കാണ് ജലജ കടന്നു വരുന്നത്. മകനെ ന്യായീകരിക്കുക എന്നത് ജലജയുടെ എക്കാലത്തെയും ശീലമാണല്ലോ. ദേവേന്റെ സംസാരം കേട്ട ജലജ ഇടപെട്ടു. അതെ, നിങ്ങൾ ഈ തെറ്റിന്റെ ആഴം നോക്കി അത്ര വലിയ വർത്താനൊന്നും പറയണ്ട. ഇതിനേക്കാൾ വലിയ തെറ്റ് ചെയ്ത ഒരുത്തൻ ഇവിടെ രാജാവിനെ പോലെ വാഴുന്നുണ്ടല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ മോൻ അബി ചെയ്തത് അത്ര വലിയ തെറ്റൊന്നുമല്ല. ജലജയുടെ വാക്കുകളിൽ ആദർശിനെതിരെയുള്ള ഒളിയമ്പുകൾ ഉണ്ടായിരുന്നു. ഇത് കേട്ട് ദേവയാനി പൊട്ടിത്തെറിച്ചു. നീ ആ രീതിയിൽ കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട ജലജയെ. നിന്റെ മോൻ എന്തൊക്കെ വൃത്തികേടുകളാണ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. എൻ്റെ മോനെക്കുറിച്ച് നീ ഇനി എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കറ ഞാനങ്ങ് അടിച്ചു പുകയ്ക്കും. അതോർത്തോ നീ? ജലജ വിട്ടുകൊടുക്കാനൊന്നും ഭാവമില്ലായിരുന്നു. നിങ്ങളടിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ എൻ്റെ മകനെ ദേ ഈ നിൽക്കുന്നവരുടെ അനിയത്തി വന്ന് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇതിലും വലിയ എന്ത് നാണക്കേടാണ് ഇനി വരാനുള്ളത്? ദേവയാനി തിരിച്ചടിച്ചു. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കാതിരിക്കുന്നതാണ് ജലജയെ നിനക്ക് നല്ലത്. അവൻ തെറ്റ് ചെയ്തത് കൊണ്ടാണ് നന്ദു അവനെ ഇവിടെ നിന്നും പിടിച്ചുകൊണ്ട് പോയത്, അല്ലാതെ വെറുതെ ആരും അവനെ ജയിലിലാക്കിയിട്ടൊന്നുമില്ല. അവൻ ജയിലിൽ പോയാലും അതൊരു തെറ്റ് തന്നെയാണ്. ജലജ പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ നീതിബോധമൊക്കെ എൻ്റെ മകൻ്റെ കാര്യത്തിൽ മാത്രമല്ലേ ഉള്ളൂ? ഇതിനേക്കാൾ വലിയ തെറ്റ് ചെയ്ത് നാണം കെട്ടവൻ ഒരുത്തൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അവനെ ഒന്നും ആരും ഒന്നും പറയുന്നില്ലല്ലോ. സത്യങ്ങൾ തുറന്നു പറയാൻ വെമ്പിയ ദേവയാനിയെ നയന കണ്ണുകൾ കൊണ്ട് വിലക്കി. നയനയുടെ ആംഗ്യം കണ്ടിട്ട് ദേഷ്യം കടിച്ചമർത്തി ദേവയാനി നിന്നു. സ്വന്തം മകൻ ചെയ്ത തെറ്റിന് നിരപരാധിയായ ആദർശിനെ കുറ്റപ്പെടുത്തുന്നത് കേട്ടു നിൽക്കേണ്ടി വരുന്ന ഒരമ്മയുടെ വേദന ദേവേന്റെ മുഖത്തുണ്ടായിരുന്നു. പെട്ടെന്നാണ് നവ്യ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. കയ്യിൽ കുഞ്ഞുമായി തുള്ളിച്ചാടി വരുന്ന നവ്യയുടെ മുഖത്തേക്ക് വാശിയും വൈരാഗ്യവും നിറഞ്ഞു നിന്നിരുന്നു. നയന ആകാംക്ഷയോടെ ചോദിച്ചു, ചേച്ചി ഈ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടായി പോകുന്നത്? നവ്യ കുഞ്ഞിനെ നേരെ ജലജയുടെ കൈകളിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു. എന്നിട്ട് നയനയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ടല്ല പോകുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്. അവനെ ഒരു ജയിൽ പുള്ളിയായി കാണാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാണ്. ഇത് കേട്ട് പെട്ടെന്ന് നയനൊന്ന് ഞെട്ടിപ്പോയി. ചേച്ചി എങ്ങോട്ടായി പോകുന്നത്? നവ്യയുടെ മറുപടി രൂക്ഷമായിരുന്നു. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ. ട്രെയിനിന് തലവെക്കുകയോ വണ്ടിയുടെ മുന്നിലേക്ക് ചാടുകയോ ആറ്റിൽ ചാടുകയോ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. അതൊന്നും ചോദിക്കാൻ ഏതായാലും നീ വരണ്ട. എൻ്റെ അബിയെ ഇവിടെ നിന്നും പിടിച്ചു കൊണ്ടുപോയപ്പോൾ നീയൊക്കെ എങ്ങനെയാണ് നോക്കി നിന്നതെന്നും എന്തൊക്കെയാണ് പറഞ്ഞതൊക്കെ ഞാൻ ശരിക്കും കണ്ടതാണ്. അന്നേരം ദേവയാനി നവ്യയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. മോളെ, നീ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അബി തെറ്റ് ചെയ്തത് കൊണ്ടാണ് അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ നവ്യ അതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കിയില്ല. തെറ്റ് ചെയ്ത കാര്യമാണെങ്കിൽ സ്വന്തം മോൻ ഇതിലും വലിയ തെറ്റ് ചെയ്തില്ലേ? എന്നിട്ട് എല്ലാവരും അവനെ ന്യായീകരിക്കല്ലേ ചെയ്തത്? അപ്പം കണ്ടില്ലല്ലോ ഈ നീതിബോധവും നാക്കിലെ ചൊറിച്ചിലൊന്നും? നയന ഇടപെട്ടു.
ചേച്ചി സൂക്ഷിച്ച് സംസാരിക്കണം, നവ്യ പുച്ഛത്തോട് പറഞ്ഞു. എനിക്കാരെയും പേടിയില്ല, പറയാനുള്ളത് ഞാൻ ആരുടെയും മുഖത്ത് നോക്കി തന്നെ പറയും. എനിക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല, ഇവിടുത്തെ മുത്തച്ഛനെ പോലും എനിക്ക് പേടിയില്ല. അത്രയും പറഞ്ഞ് നവ്യ പടിയിറങ്ങിപ്പോയി. ജലജ പിന്നാലെ വിളിച്ചു പറഞ്ഞു, എൻ്റെ മരുമകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെല്ലാവരും അനുഭവിക്കും. അപ്പോഴേക്കും ദേവയാനി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി നീയും നിന്റെ മകനും മാത്രമാണ്. നീ വളർത്തിയെടുത്ത രീതിയാണ് ഇതിനെല്ലാം കാരണം. അനന്തപുരിയിൽ നിന്നും ഇറങ്ങിയ നവ്യ നേരെ ചെന്നത് സ്വന്തം വീട്ടിലേക്കാണ്. ഗോവിന്ദനും കനകദുർഗയും അവിടെ ഉണ്ടായിരുന്നു. അബിയെ അറസ്റ്റ് ചെയ്ത് വിവരമറിഞ്ഞ് അവരാകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. നവ്യ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അച്ഛ, എൻ്റെ അബിയെ അവർ കൊണ്ടുപോയി. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ അവർ അറസ്റ്റ് ചെയ്തു. ഇതിലും വലിയൊരു തെറ്റ് ചെയ്ത ആദർശേട്ടനെ ആരും ഒന്നും പറഞ്ഞില്ല. അച്ഛൻ എൻ്റെ കൂടെ വരണം. ഇന്ന് തന്നെ സ്റ്റേഷനിൽ നിന്നും അബിയെ പുറത്തിറക്കണം. ഗോവിന്ദൻ ശാന്തമായി പറയാൻ ശ്രമിച്ചു. നന്ദു അവനെ കൊണ്ടുപോയെങ്കിൽ അവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടാവും മോളെ, അല്ലാതെ നന്ദു ഒരിക്കലും അത് ചെയ്യില്ല. നവ്യക്കത് കേട്ടപ്പോൾ തന്നെ ദേഷ്യം വന്നു. എന്ത് തെറ്റാണച്ചാ? ഇത്തിരി സ്വർണം വിറ്റതാണോ വലിയ തെറ്റ്? അതിന് ഇത്രമാത്രം വലിയ ശിക്ഷയൊക്കെ കൊടുക്കണോ? ഗോവിന്ദൻ മറുപടി നൽകി. മോളെ, കള്ളക്കടത്ത് സ്വർണം ജ്വല്ലറി വഴി വിൽക്കുന്നത് ചെറിയ കുറ്റമൊന്നുമല്ല. അത് ആ സ്ഥാപനത്തിന് തന്നെ വലിയ നാണക്കേടാണ് ഉണ്ടാക്കുന്നത്. നവ്യ അന്നേരം വികാരഭരിതരായി ചോദിച്ചു, അച്ഛന് ആ സ്ഥാപനത്തിൻ്റെ കാര്യമാണോ വലുത്? എൻ്റെ ജീവിതമല്ലേ? അച്ഛന് പറ്റുമെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് വായോ. അച്ഛൻ പറഞ്ഞാൽ അച്ഛൻ്റെ നന്ദു ഏതായാലും കേൾക്കും. എനിക്കേതായാലും എൻ്റെ അബിയെ പുറത്തിറക്കിയേ പറ്റൂ എന്നൊക്കെ പറയും. നവ്യയുടെ സങ്കടം കണ്ടുകൊണ്ടതിൻ്റെ നിൽക്കക്കള്ളിയില്ലാതെ ഗോവിന്ദൻ അവളോടൊപ്പം പോവാൻ തയ്യാറായി. ഗോവിന്ദൻ വസ്ത്രം മാറാൻ പോയ സമയത്ത് കനകദുർഗ തൻ്റെ ഉള്ളിലെ വെറുപ്പ് പുറത്തു കാട്ടി. അവൻ ഒരു കാലത്തും ഗതി പിടിക്കില്ല. അബിയുടെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് എന്ന് പറയും. ഇത് കേട്ട് നവ്യ അമ്മയോട് കയർത്തു. അമ്മ എന്തിനാ ഇപ്പോൾ എൻ്റെ അബിയെ ഇങ്ങനെ ശപിക്കുന്നത്? കനകദുർഗ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. കൂടുതൽ സംസാരിക്കാൻ നിൽക്കേണ്ട നവ്യെ, ഞാൻ എൻ്റെ വായ മൂടി വെച്ചിരിക്കുകയാണ്. അത് തുറന്നാൽ നിനക്കായിരിക്കും ഇതിൻ്റെയൊക്കെ ദോഷം. കനകദുർഗയുടെ വാക്കുകളിൽ ഗൂഢമായ പല അർത്ഥങ്ങളും ഒലിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നവ്യയുടെ കണ്ണിൽ അബി ഇപ്പോഴും നിരപരാധിയാണ്. അവളുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും അവനെ പുറത്തിറക്കുക എന്ന് മാത്രമായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ തുടങ്ങുകയായിരുന്നു. നന്ദുവിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അബി പതറി തുടങ്ങിയിരുന്നു. കോൾ ലിസ്റ്റിലെ സുഭാഷിൻ്റെ പേരും സ്വർണ്ണപ്പണിക്കാരൻ്റെ വിവരങ്ങളും നന്ദു അബിക്ക് മുന്നിൽ നിരത്തി. സുഭാഷ് നിനക്ക് സ്വർണം തന്നു എന്നും അത് വെച്ച് നീ ആഭരണങ്ങൾ പണിത് ജ്വല്ലറി വഴി വിറ്റു എന്നും തെളിവുകളുണ്ട്. സ്വർണം തന്നവനെയും പണിതവനെയും വിൽക്കാൻ സഹായിച്ച സ്റ്റാഫിനെയും ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നീ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നോക്കണ്ട. സത്യം നീ തുറന്നു പറഞ്ഞില്ലെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്നും മേടിക്കും. നന്ദുവിൻ്റെ സ്വരം കടുത്തു. അബിക്ക് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. അവൻ കെഞ്ചി, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ് സാറേ. എന്നെ ഒരിക്കലും ഇതിൻ്റെ പേരിലൊന്നും ശിക്ഷിക്കരുത്. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് അബി അപേക്ഷിക്കാൻ തുടങ്ങി. എന്നാൽ അബിയുടെ അപേക്ഷ കേട്ട് നന്ദുവിന് പുച്ഛം തോന്നി. അവൾ അബിയുടെ അടുത്തേക്ക് കുനിഞ്ഞു നിന്ന് പറഞ്ഞു, നിന്നെ ഞാൻ രക്ഷിക്കാം. പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം. നിന്റെ പേരിൽ ഇപ്പോഴും ആദർശേട്ടൻ ചീത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ്. അനഘയുടെ കുഞ്ഞിൻ്റെ കാര്യം ഞാനാണെന്ന സത്യം നിന്റെ നാക്ക് കൊണ്ട് നീ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് നിന്നെ ഇതിൻ്റെ അകത്തിട്ട് ഞാൻ പൂട്ടും. ആ സത്യം എനിക്ക് എൻ്റെ ചേച്ചിയോടും പറയാൻ പറ്റില്ല. അതറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചി ആത്മഹത്യ ചെയ്യും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ക്ഷമിക്കുന്നത്. നന്ദുവിൻ്റെ ഉള്ളിലുള്ള നീറ്റലെല്ലാം തന്നെ ആ വാക്കുകളിൽ വ്യക്തമായിരുന്നു. സ്വന്തം സഹോദരിയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി മറ്റൊരു പാപം ചുമക്കുന്ന ആദർശിനെയും സത്യം അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കേണ്ടി വന്ന സ്വന്തം അവസ്ഥയും ഓർത്ത് നന്ദു നീറുകയായിരുന്നു. ഇതിനിടയിൽ തന്നെ കോൺസ്റ്റബിൾ വന്ന് നന്ദുവിനോട് പറഞ്ഞു, സാറേ, അച്ഛൻ വന്നിട്ടുണ്ട്. നന്ദു പുറത്തേക്ക് പോകുന്നതിന് മുൻപ് അബിയോട് പറഞ്ഞു, നിനക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നതായിരിക്കും അച്ഛൻ. നന്ദു പോയ തക്കം നോക്കി അബി ആവേശത്തോടെ എഴുന്നേറ്റു. എന്നാൽ അവിടെ നിന്ന് കോൺസ്റ്റബിൾ അബിയുടെ കർണത്ത് നോക്കി ഒന്നങ്ങ് പൊട്ടിച്ചു. എടോ, ഞാൻ അനന്തപുരിയിലെ കൊച്ചുമകനാണെന്ന് അബി വിളിച്ചു പറഞ്ഞപ്പോൾ ഇപ്പോൾ അനന്തപുരിയിലെ മരുമകനെ തല്ലാനാണ് യോഗം എന്നും പറഞ്ഞ് അയാൾ വീണ്ടും അബിയെ മുതുക്കിട്ട് പെരുമാറി. പ്രേക്ഷകർ ആഗ്രഹിച്ച ഒരു നിമിഷം തന്നെയായിരുന്നു അത്. നന്ദു പുറത്തിറങ്ങി ഗോവിന്ദനോടും നവ്യയോടും സംസാരിച്ചു. നവ്യയുടെ പരാതി മുഴുവൻ ആദർശിനെ കുറിച്ചായിരുന്നു. ആദർശിനെ അറസ്റ്റ് ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാണ് എൻ്റെ അബിയെ മാത്രം ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്? നവ്യ ചോദിച്ചു. നന്ദു ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, അബി തെറ്റ് ചെയ്തു എന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അവൻ വിറ്റ സ്വർണത്തിൽ മായമുണ്ടായിരുന്നു. അത് മൂർത്തി ജ്വല്ലറിയുടെ പേരിലാണ് വിറ്റത്. അത് സ്ഥാപനത്തിന് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അച്ഛൻ ഇതിൽ ഇടപെടാനൊന്നും നിൽക്കണ്ട. ജോലിയും വീട്ടുകാര്യവും ഞാൻ കൂട്ടിക്കൊടുക്കുന്നില്ല. ഗോവിന്ദൻ നന്ദുവിൻ്റെ പക്ഷം ചേർന്നു. ഇത്രയും വലിയൊരു കേസിൽ എനിക്ക് അബിയുടെ കൂടെ നിൽക്കാൻ പറ്റില്ല മോളെ, നമുക്ക് പോവാം. നവ്യ ദേഷ്യത്തോടെ നന്ദുവിനെയും ആദർശിനെയും ശപിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. പോകുന്ന വഴിക്ക് സ്റ്റേഷനിലെ SIയെ കണ്ടിട്ട് ഒന്നുമില്ലെങ്കിലും ചേച്ചിയുടെ ഭർത്താവല്ലേ എന്ന് ചോദിച്ചു നോക്കിയെങ്കിലും താൻ തൻ്റെ കാര്യം നോക്കുകയെന്ന് പറഞ്ഞ് നന്ദു അവിടെയും തടയിട്ടു.
പുറത്തിറങ്ങിയ നവ്യ വീണ്ടും ആദർശിൻ്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഗോവിന്ദൻ മകളോട് ഗൗരവമായൊരു ചോദ്യം ചോദിച്ചു. മോളെ, നീ തന്നെ ഒരു കാര്യം ആലോചിച്ചു നോക്കിയേ. നയനയുടെ സ്ഥാനത്ത് നീ ആയിരുന്നു നിൽക്കുന്നതെങ്കിൽ അഭിയാണ് ഈ തെറ്റ് ചെയ്തതെന്നുവെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? അനഘയുടെ ചിന്തിച്ചുകൊണ്ടായിരിക്കട്ടെ ഗോവിന്ദൻ ആ ഒരു ചോദ്യം ചോദിച്ചത്. നവ്യയുടെ മറുപടി പെട്ടെന്ന് തന്നെയായിരുന്നു. അങ്ങനെ എങ്ങാനും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ അവനെ അപ്പം തന്നെ കുത്തിയങ്ങ് നുറുക്കിയേനെ. എന്നിട്ട് ഞാൻ അങ്ങ് ജയിലിലേക്ക് പോയേനെ. ഗോവിന്ദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ടാ മോളെ ഞങ്ങൾ പലതും പറയാത്തത്. നവ്യയുടെ ഇരട്ടത്താപ്പ് ആ വാക്കുകളിൽ വ്യക്തമായിരുന്നു. സ്വന്തം ഭർത്താവാകുമ്പോൾ ന്യായം വേറെ, മറ്റുള്ളവർക്ക് വേറെ ചിന്താഗതി. എന്നാൽ നവ്യ അത് സമ്മതിക്കാനൊന്നും തയ്യാറായില്ല. അച്ഛൻ വിഷയമൊന്നും മാറ്റണ്ട. ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും നന്ദു അഭിയെ വിടില്ല എന്ന് പറഞ്ഞ് ഗോവിന്ദൻ അവളെയും കൊണ്ട് മടങ്ങി. തിരിച്ചു പോയ നന്ദുവിന് ദേഷ്യം അടക്കാനായില്ല. ചേച്ചി ഇപ്പോഴും കാര്യങ്ങൾ അറിയാതെയാണ് ആദർശേട്ടനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവൾ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ ദേഷ്യം മുഴുവനങ്ങ് അഭിക്ക് മേരെ തീർക്കാൻ വേണ്ടിയിട്ട് നന്ദു നേരെ സെല്ലിലേക്ക് ചെന്നു. നിനക്ക് വേണ്ടി ന്യായം പറയാൻ വന്നതാണ് എൻ്റെ ചേച്ചി. ചേച്ചി സത്യം അറിയാതെയാണ് സംസാരിക്കുന്നത്. ഇപ്പോഴും ആദർശേട്ടനെയാണ് എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തുന്നത്. അത് കേട്ട് നിൽക്കാനൊന്നും എനിക്ക് വയ്യ. എൻ്റെ ഉള്ളിലെ ദേഷ്യം ഇങ്ങനെയെങ്കിലും തീർക്കണ്ടേ. അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നന്ദു നേരെ അഭിയെ എടുത്തിട്ടങ്ങ് പെരുമാറി. ഓരോ ഇടിയിലും നന്ദുവിൻ്റെ ഉള്ളിലെ പകയും സങ്കടവുമെല്ലാം ഉണ്ടായിരുന്നു. ഈ ഇടിയിൽ നീ അങ്ങ് ചത്തുപോയാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ജയിലിൽ അങ്ങ് കിടന്നോളാം. എന്നാലും അനന്തപുരിയിലെ ഈ വിഷപ്പാമ്പ് ഇല്ലാതാവുമല്ലോ, നന്ദു അലറിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് നിർത്താതെ അടികളിങ്ങനെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അഭി. അടികൊണ്ട് അവശനായി അനങ്ങാൻ പോലും വയ്യാതെ നിൽക്കുന്ന അഭിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. നന്മയുടെ വിജയവും തിന്മയുടെ പരാജയവും പ്രേക്ഷകർക്ക് ശരിക്കും സംതൃപ്തി നൽകുന്ന നിമിഷങ്ങൾ തന്നെയായിരുന്നു.